ക്യാൻസർ എന്ന വാക്കിനെ മരണമെന്ന വാക്കിനേക്കാൾ ഭയപ്പാടോടെയാണ് നാം നോക്കിക്കാണുന്നത്. ജീവനെയും ജീവിതത്തെയും കാർന്നു തിന്നുന്ന ആ അസുഖം ഒരിക്കൽ ബാധിച്ചാൽ പിന്നീട് ജീവിതത്തിലേക്കൊരു തിരിച്ചുവരവില്ലെന്ന് നമ്മളങ്ങ് ഇരു കണ്ണും പൂട്ടി വിശ്വസിക്കുന്നു. എന്നാൽ അതിജീവനമാണ് മനുഷ്യജീവിതത്തെ മനോഹരമാക്കുന്നതെന്ന് നമ്മെ ബോധ്യപ്പെടുത്തുന്ന ഒരു പുസ്തകമുണ്ട്. ഡോക്ടർ ദീപ്തി ടിആറിൻ്റെ ജീവൻ്റെ മണമുള്ള ജീവിതങ്ങൾ. ക്യാൻസർ പിടിപെടുമ്പോൾ തകർന്നു പോകുന്ന മനുഷ്യരെ ഒരു ചെമ്പകപ്പൂവിൻ്റെ നൈർമല്യമുള്ള പുഞ്ചിരിയോടെ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരാൻ അക്ഷീണം പ്രയത്നിക്കുന്ന ഒരു യുവ ഡോക്ടറുടെ ചില ഓർമ്മ കഷ്ണങ്ങൾ. മനുഷ്യരെ കണ്ണാടിയിൽ എന്ന വണ്ണം നോക്കിക്കാണുന്ന യാഥാർത്ഥ്യത്തിൻ്റെ പച്ചവേറുറങ്ങുന്ന ഇടമാണ് ഓരോ ആശുപത്രിയും. ജീവന്റെ കെട്ടുപാണ്ഡവും കയ്യിൽ പേറി തന്നെ തേടിയെത്തുന്ന മനുഷ്യരെ അതിജീവനത്തിൻ്റെ മനോഹരമായ ആ പാഠം ഉൾക്കൊണ്ട് മുന്നോട്ട് നയിക്കുന്നതിൽ ഡോക്ടർ ദീപ്തി കാണിക്കുന്ന ആവേശം നമ്മെയും സ്നേഹത്തിൻ്റെയും സേവനത്തിൻ്റെയും ഭാഷ പഠിപ്പിക്കുന്നു. പ്രിവൻറ്റീവ് ഓങ്കോളജി പഠന മേഖലയായി തിരഞ്ഞെടുത്ത് സേവനം തൻ്റെ മുഖമുദ്രയാക്കി ജീവിതത്തിൻ്റെ അവസാന ട്രാക്കിലേക്ക് തള്ളിവിടാതെ ആദ്യം മുതൽ തന്നെ രോഗത്തെ പ്രതിരോധിക്കാൻ മനുഷ്യരെ കെൽപ്പുള്ളവരാക്കി മാറ്റാൻ ഡോക്ടർ ദീപ്തി നടത്തുന്ന ജീവിതയാത്രയുടെ അടയാളപ്പെടുത്തൽ കൂടിയാണ് ഈ പുസ്തകം. അസുഖം ബാധിച്ചവർ, ചികിത്സയിലിരിക്കുന്നവർ, പൂർണ്ണമായും രോഗം ഭേദമായവർ, യാതൊന്നും പ്രതീക്ഷിക്കാതെ രോഗികൾക്ക് കൂട്ടിരിക്കുന്നവർ, സഹപ്രവർത്തകർ, അങ്ങനെ ഡോക്ടർ ദീപ്തി ഉൾക്കൊണ്ട ഓരോ മനുഷ്യരും ചിലപ്പോൾ നമ്മളിലൊക്കെ കൂടിയുണ്ടെന്ന് നമുക്കും തോന്നിയേക്കാം. ജീവന്റെ മണമുള്ള ഇതിലെ ഓരോ ജീവിതങ്ങൾക്കും സ്നേഹത്തിൻ്റെയും കരുണയുടെയും സേവനത്തിൻ്റെയും ത്യാഗത്തിൻ്റെയും അതിജീവനത്തിൻ്റെയും മണം കൂടിയുണ്ട്. തീർച്ചയായും വായിച്ചിരിക്കുക തന്നെ വേണം ഡോക്ടർ ദീപ്തി ടിആറിൻ്റെ ജീവന്റെ മണമുള്ള ജീവിതങ്ങൾ.